എന്റെ പേര് Must give a minimum when I do I be living it. ഹലോ ഗൈസ്, വാട്ട്സ് അപ്പ്, വെൽക്കം ടു അനദർ വീഡിയോ ബൈ ബൈസേ. അപ്പോൾ നമ്മൾ കുറേ ഒരു വീഡിയോ ചെയ്തിട്ട് അല്ലേ, ലിറിക് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട്. ഐ തിങ്ക് ദ ലാസ്റ്റ് ലിറിക് ബ്രേക്ക് ഡൗൺ ഐ ഡിഡ് വാസ് ബാർകോഡിൻ്റെതാണെന്ന് തോന്നുന്നു. യാ, സോ ഇറ്റ്സ് അനദർ ലിറിക് ബ്രേക്ക് ഡൗൺ വീഡിയോ ഓഫ് ദ ട്രാക്ക് അമേദി ഫ്രം ദി ആൽബം വലിയ പറമ്പ്, MHR ആൻഡ് ഫുറ. സോ വെൻ ഇറ്റ് കംസ് ടു ദ ടൈറ്റിൽ, അമേദി എന്ന് പറഞ്ഞാൽ കാം, പീസ്, ആ ഒരു സാധനം ഉണ്ടല്ലോ. അമേദി ഇറ്റ്സ് എ തമിഴ് വേർഡ്. അപ്പോൾ നമ്മൾ മലയാളത്തിലേക്ക് വരുമ്പോൾ സമാധാനം, കാം, പീസ്, ആ ഒരു അർത്ഥങ്ങളൊക്കെ അതിൽ വരും. യാ, സോ അമേദി ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ട്രാക്ക് വിച്ച് ഇസ് എസെൻഷ്യൽ ഫോർ ദ ഫ്യൂച്ചർ. എന്താന്ന് വെച്ചാൽ കുറെ കാരണങ്ങളെ പറ്റി പറയുന്നുണ്ട്. നമ്മൾ സിമ്പിളായിട്ടുള്ള പല പ്രശ്നങ്ങളുമാണ്, പല കാരണങ്ങളുമാണ് നമുക്ക് വലിയ 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 പ്രശ്നങ്ങളിലേക്ക് മുന്നോട്ട് പോകുന്നത്. നമ്മൾ ജസ്റ്റ് ഒന്ന് സംസാരിച്ചാൽ തീരാവുന്ന പല പ്രശ്നങ്ങളും വലിയ യുദ്ധങ്ങളിൽ അവസാനിക്കാറുണ്ട്. സോ അതിനൊക്കെ കുറിച്ചിട്ടുള്ള ഒരു രീതിയിലുള്ള ട്രാക്കാണ് അമേദി വരുന്നത്. അറ്റ് ദ സെയിം ടൈം ഇറ്റ് ക്യാൻ റിലേറ്റ് ടു MHR. അവന്റെ കാര്യങ്ങൾ പറയുന്ന രീതിയിലും MHR ഈസ് ടോക്കിംഗ് ടു എ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ. ഒരു ഭാവിയിലോടുള്ള അല്ലെങ്കിൽ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷനിലോടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനോട് സംസാരിക്കുന്ന രീതിയിൽ നമുക്ക് ഇതിനെ കാണാൻ പറ്റും. സോ യാ, അമേദി നമുക്ക് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ബാക്കി പറയാം. ലെറ്റ്സ് ഗോ. കണ്ണു നടക്കാൻ തോന്നില്ല കണക്കാ, കൈ കൊടുത്താൽ തീരുന്ന കണക്കാ, കെട്ടിപ്പിടിക്കാൻ ആളില്ല മരിച്ച, അത് കണ്ടിട്ടത് ആളുകൾ ചിരിച്ച, മണ്ണിനടി പോയാൽ ആരുണ്ട് കളിക്കാൻ, തെറ്റില്ലെന്നുറപ്പിച്ച ആളെന്ത് പേച്ച, കണ്ണുകിറത്തൊരു പ്രായത്തെ ചടച്ച കറുമണ്ണ് മാത്രം. ഓക്കെ, സോ ഫസ്റ്റത്തെ ഭാഗം വരുന്നത് കണ്ണു നടക്കാൻ തോന്നില്ല കണക്ക, കൈ കൊടുത്താൽ തീരുന്ന കണക്ക. രണ്ട് വേസ് പറയുന്നുണ്ട്. കണ്ണു നടക്കാൻ തോന്നില്ല കണക്ക, ഹി സേയിങ് ഹിസ് ഫ്രസ്ട്രേഷൻ. എനിക്ക് ഇവിടുത്തെ കാരണങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്ന പരിപാടികളൊക്കെ കണ്ടിട്ട് എനിക്ക് കണ്ണടക്കാൻ തോന്നുന്നില്ല. കൈ കൊടുത്താൽ തീരുന്ന കണക്ക. പക്ഷെ ഒരു രീതിയിൽ ചിന്തിച്ചാല് ഇതെല്ലാം ജസ്റ്റ് ഒന്ന് കൈ കൊടുത്താൽ തീരാവുന്ന, ഭയങ്കര സിമ്പിളാണ്. ഇതിന്റെ കോർ റീസൺ എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിളാണ്. പക്ഷെ അതിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ അത് നമുക്ക് കണ്ണടക്കാം. അതായത് ഇതിനെക്കുറിച്ച് സംസാരിക്കണം. ഹീസ് സോ ഫ്രസ്ട്രേറ്റഡ് അബൌട്ട് ദാറ്റ്. യാ, ആൻഡ് ദെൻ കെട്ടിപ്പിടിക്കാൻ ആളില്ല മരിച്ച, നഷ്ടപ്പെട്ടു പോയാലും നഷ്ടപ്പെട്ടു പോയതാണ്. അത് കണ്ടിട്ട് എതിരാളികൾ ചിരിച്ചാൽ അതുകൊണ്ട് നേടുന്നത് നിന്റെ എതിരാളികൾ മാത്രമാണ്, നിന്റെ ശത്രുക്കൾ മാത്രമാണ്. നിനക്ക് നഷ്ടപ്പെട്ടാല് അതുകൊണ്ട് സന്തോഷിക്കുന്നത് നിന്റെ ശത്രുക്കൾ മാത്രമാവും. മണ്ണിനടി പോയാൽ ആരുണ്ട് കളിക്കാൻ, തെറ്റില്ലെന്നുറപ്പിച്ച ആളെന്ത് പിയച്ച, കണ്ണ് കീറാത്തൊരു പ്രായത്തിൽ ചടച്ച കാറ് മണ്ണ് മാത്രം. സോ മണ്ണിനടി പോയാൽ ആരുണ്ട് കളിക്കാൻ. സോ നമ്മുടെ ഈഗോയും മറ്റതൊക്കെ വെച്ചിട്ട് നമ്മുടെ മുന്നിലൂടെ ഇങ്ങനെ ഓരോ ജീവിതം, ഓരോ ദിവസം കടന്നു പോയിട്ട് അവസാനം അവര് മരിച്ചു പോയാല് പിന്നെ നിനക്ക് ഈ പറയാൻ വിട്ടുപോയതും ചെയ്യാൻ മറന്നുപോയതും ചെയ്യാൻ മടിച്ചു നിന്നതും ഒക്കെ ചെയ്തു തീർക്കാൻ ആരുമില്ല. പറയാനുള്ള കാര്യങ്ങൾ നിനക്ക് വേണ്ടപ്പെട്ടവരോട് ഇന്ന് തന്നെ പറയുക. ജസ്റ്റ് സേ ദം. ഈവൻ ഇഫ് ഇറ്റ്സ് സോറി ആണെന്നുണ്ടെങ്കിലും നിന്റെ ഈഗോ ആണ് അതിനെ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫക്ക്, ജസ്റ്റ് സേ ദ സോറി. അങ്ങനത്തെ രീതിയിൽ മുന്നോട്ട് പോവാ. ആൻഡ് ദെൻ തെറ്റില്ലെന്ന് ഉറപ്പിച്ച ആളെന്ത് പിയച്ചാൽ, നമ്മളെ വിശ്വസിച്ചിട്ട് ഒരു ആളുണ്ടാവും, അവര് നമ്മുടെ കൂടെ ഉണ്ടാവും എന്നൊക്കെ മൈൻഡ് സെറ്റിൽ വെക്കുന്ന ആളുകളുണ്ടാവും. സോ അവര് പിയച്ചാൽ നമ്മൾക്ക് അത് സഹിക്കാൻ പറ്റാത്തൊരു സാധനമാണ്. ലൈക്ക് ബിട്രയൽ കൈൻഡ് ഓഫ് മൂഡ് അവിടെ വരുന്നുണ്ട്. ഇറ്റ്സ് എ ഹ്യൂമൻ എറർ ഓൾസോ. ലൈക്ക് ഹ്യൂമൻസ് ആർ മെയ്ഡ് ടു അത്. സോ കണ്ണ് കീറാത്തൊരു പ്രായത്തിൽ ചടച്ച കാറ് മണ്ണ് മാത്രം. കണ്ണ് കീറാത്തൊരു പ്രായത്തിൽ ചടച്ച, അതായത് ജസ്റ്റ് നമ്മളൊന്ന് തുടക്കത്തിൽ തന്നെ നമ്മളെ വെറുപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൺലി ദ ഡെസ്റ്റ് റിമെയിൻസ്. ആ ഒരു മെമ്മറീസ് മാത്രമേ നമ്മളെ കൂടെ ഉണ്ടാവുള്ളൂ. തുടക്കത്തിൽ കണ്ണ് കീറാത്തൊരു പ്രായം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബിഗിനിങ്, തുടക്കത്തിൽ. അപ്പൊ തന്നെ നമ്മളെ ചടപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ, ചടച്ചാന്ന് പറഞ്ഞാല് അതായത് നമ്മളെ വെറുപ്പിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓൺലി ദ ഡെസ്റ്റ്, ആ ഒരു വേദനയും ആ ഒരു സങ്കടം മാത്രമേ നമ്മുടെ കയ്യിലുണ്ടാവും. കറുമണ്ണ് മാത്രം, കറുമണ്ണ്, ഡസ്റ്റ്, ആ ഒരു രീതിയിൽ നമുക്ക് കയ്യിലെടുക്കാം. കറുമണ്ണ് മാത്രം. ഇത് ഞാൻ ഈ പറയുന്നത് ആസ് എൻ ഇൻഡിവിജ്വൽ ആണ്. ഇത് മറിച്ച് ഒരു വൈഡർ പെർസ്പെക്റ്റീവില് ഇവിടെ നടക്കുന്ന പല യുദ്ധങ്ങളും പല കാരണങ്ങളും ചെറിയ ചെറിയ പ്രശ്നങ്ങളും രണ്ടാളുകൾ തമ്മിൽ സംസാരിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ. പലർക്കും അറിയില്ല പല രാജ്യങ്ങളും തമ്മിൽ എന്തിനാ തല്ലുന്നതെന്ന്. പോക്കറ്റ് നിറയും ഹൈലൈറ്റില് പൈതന്റെ മരണം കിട്ടിയിട്ടില്ല എന്റെ ട്രാക്കിന്റെ വിഹിതം.
ഓക്കെ. ദെൻ ദ ലൈൻ കംസ് ടു മഴ പെയ്യാണ് വെടിവെള്ള പകരം. ദാറ്റ് മീൻസ് ഇൻസ്റ്റെഡ് ഓഫ് വാട്ടർ ബുള്ളറ്റ്സ് ആണ് റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ വാർ സോണിലേക്ക് നമ്മൾ ഇൻവൈറ്റ് ചെയ്യാണ്. ലൈക്ക് റിയൽ വാർ സോണും ഹിസ് മൈൻഡ് ഈസ് ലൈക്ക് എ വാർ സോൺ നൗ. കുറെ കാര്യങ്ങൾ അവൻ അലട്ടുന്നുണ്ട്. സോ സം കേസിൽ പോകണ വിവരം, സം കേസിൽ ലൈക്ക് I'm feeling a bit lost. Yeah, he's feeling a bit lost. കാരണം കുറെ കാര്യങ്ങൾ അവൻ അലട്ടുന്നുണ്ട്. ഒരേ സാധനം രണ്ട് രീതിയിൽ നിങ്ങൾ ഞാൻ പറയുമ്പോൾ തന്നെ ചിന്തിക്കണം കേട്ടോ. ദെൻ മേലിരുന്നവന്റെ ഓക്കെ കരളെ ഇത് ആരോട് കോവാം, ഇതൊക്കെ ആരോടുള്ള ദേശത്തിനാണ് ഇങ്ങനെ നടക്കുന്നതെന്ന് അറിയൂല. മേലിരുന്നവന്റെ പോക്കറ്റ് നിറയും. ഇതുകൊണ്ടൊക്കെ നേടാൻ പോകുന്നത് നമ്മുടെ മേലിലുള്ള ആളുകളാണ്. നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനും കുറെ ആളുകൾ നമ്മുടെ ചുറ്റിലും ഉണ്ട്. അത് നമ്മൾ മറന്നു പോവാണ്, നമ്മൾ മനസ്സിലാക്കാണ്ടിരിക്കുകയാണ്. അത് നമ്മൾ എന്ന് മനസ്സിലാക്കുന്ന അന്ന് നമ്മൾ തിരിഞ്ഞു നോക്കും. വാട്ട് ഗോസ് അപ്പ് വൺ ഡേ മസ്റ്റ് കം ഡൗൺ. അത് ഞാനിപ്പോ പറഞ്ഞത് വെറുതെ വായിൽ ഒന്നും ഇപ്പൊ പറഞ്ഞതാട്ടോ, ഞാൻ അതിനെ ഒന്നും നിങ്ങൾ വിചാരിക്കരുത്. സോ മേലിരുന്നവന്റെ പോക്കറ്റ് നിറയും. ഇതുകൊണ്ട് നിന്റെ നഷ്ടങ്ങൾ കൊണ്ട് നേടാൻ പോകുന്ന കുറെ ആളുകളുണ്ടാവും. ആ രീതിയിൽ അവരുടെ പോക്കറ്റ് നിറയും. ഹൈലൈറ്റിൽ പൈത്തന്റെ ഭരണം. ഹൈലൈറ്റ് എന്ന് പറയേണ്ടത് മെയിൻ സംഭവത്തിലൊക്കെ പൈത്തന്റെ ഭരണമാണ്. മെയിൻ സംഭവം മീൻസ് ഫിൽഡ് വിത്ത് വിഷങ്ങൾ. കിട്ടിയിട്ടില്ല എന്റെ ട്രാക്കിന്റെ വിഹിതം. ഈസ് സേയിങ് സംതിങ് റിയലി തറോ സ്ട്രെയിറ്റ് ആയിട്ടാണ് പറയുന്നത്. കിട്ടിയിട്ടില്ല എന്റെ ട്രാക്കിന്റെ വിഹിതം. ആ വരി വി ഓൾ നോ വാട്ട് ഇസ് ഇറ്റ്. ആൻഡ് പായ് വിരിക്കുമ്പോ ആളുണ്ട് ബഹളം കാര്യത്തോടടുക്കുമ്പോ. ഒരു പായ് വിരിക്കുമ്പോ, അതായത് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ പറയുമ്പോ ആ മോനെ നമുക്ക് സെറ്റാക്കാം, പൊളിക്കാം, അതാക്കാം, ഇതാക്കാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കൂടെ ഒരു 100 കോടി ആളുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. പക്ഷെ കാര്യത്തോടടുക്കുമ്പോ പറയുന്നുണ്ട് ഇറ്റ്സ് എ സർക്കാസം കൈൻഡ് ഓഫ് തിങ്. അതായത് കാര്യത്തോടടുക്കുമ്പോ നമ്മൾ തന്നെ പോകേണ്ടി വരും നമ്മളെ കാര്യം നേടാൻ വേണ്ടിയിട്ട്. ഒരാളും കൂടെ നിൽക്കൂല. കൂടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിലും വിരലിലെണ്ണാൻ പറ്റുന്നത് അത്ര നിൽക്കുള്ളൂ നമ്മളുടെ കൂടെ. സോ ദാറ്റ്സ് ഇറ്റ്. മഴ പെയ്യണ വെടിവെള്ള പകരം ഹീസ് ഇൻവൈറ്റിംഗ് അസ് ടു എ വാർ സോൺ. സം കേസിൽ പോകേണ്ട വിവരം. ആൻഡ് ദെൻ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള രീതിയിലല്ല ഇൻഫർമേഷൻസും കാര്യങ്ങളൊന്നും കിട്ടുന്നത്. കാരണം ഇത് ആരോട് കോപം, ആരോടൊക്കെയുള്ള ദേശത്തിലാണ് ഇത് നടക്കുന്നത്. മേലിരുന്നവന്റെ പോക്കറ്റ് നിറയും. ഈ വാർ സോണിലേക്ക് ആമ്യുനേഷനും പരിപാടികളൊക്കെ സപ്ലൈ ചെയ്യുന്ന ആളുകളുണ്ട്. അവരെ ഇതുകൊണ്ടൊക്കെ രക്ഷപ്പെടുന്നുള്ളൂ. ആർമിനെ കൊടുക്കുന്ന ആളുകളുണ്ട്. അവരൊക്കെ രക്ഷപ്പെടും. അവർക്കൊക്കെ പൈസ കിട്ടുമ്പോൾ അവരൊക്കെ ഇതുകൊണ്ട് രക്ഷപ്പെടും. ബാക്കി ഇതിൽ അനുഭവിക്കേണ്ട ആളുകള് കുഞ്ഞുങ്ങളും മറ്റേ ആളുകളും സാധാരണ മനുഷ്യന്മാരും ഇങ്ങനെ വെടികൊണ്ട് മരിച്ച് ന്യൂസിൽ വന്ന് സ്റ്റാറ്റസിലിട്ട് അങ്ങനെ 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 പോകും. ദിസ് ഇസ് എ സാഡസ്റ്റ് ട്രൂത്ത് ദാറ്റ് ഈസ് ഹാപ്പനിങ് റൈറ്റ് നൗ. ഞാൻ ഒരു കൺട്രിയെ ഫോക്കസ് ചെയ്തിട്ടോ ഒരു റിലീജിയനെ ഫോക്കസ് ചെയ്തിട്ടോ ഒന്നിനെ ഫോക്കസ് ചെയ്തിട്ടോ ഞാൻ സംസാരിക്കുന്നില്ല. കാരണം ഇത് ഇന്ന് നടക്കും, നാളെ നടക്കും, മറ്റന്നാളെ വേറെ ഏതെങ്കിലും രണ്ടാളും തമ്മിൽ നടക്കും. കാരണം ദിസ് തിങ് വിൽ മേക്ക് എ മാൻ ക്രേസി. ഓക്കെ, കൂടുതൽ നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറും. Flip your mind, it's about to solve time as I represent myself in this game full of crime with my heart full of rhyme. Praise to the Most High. Alhamdulillah till the day that we die. Hello wallah yalla fi barra dunya النار بس قلبي جمرة ماشية لعبة وناس بالغابة قلبي موزون والدرب مرة دنيا والنار بس قلبي جمرة. Yeah man, that's poem, pure poem. അറബിക് കവി. ഓക്കെ, ഫ്ലിപ്പ് യുവർ മൈൻഡ്. ലൈക്ക് അവിടെ മേലെ കേട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇതാക്കിയില്ലേ, നിങ്ങളിപ്പോ മനസ്സിലാക്കിയില്ലേ. സോ ഫ്ലിപ്പ് യുവർ മൈൻഡ്. നിങ്ങളിപ്പോ ചിന്തിക്കുന്ന രീതിയിലല്ല, ഡിഫറെന്റ് ആയിട്ട് ചിന്തിക്ക്. As I'm about to serve time, as I represent myself in this game full of crime. ഇവിടെ നടക്കുന്ന കുറെ പ്രശ്നങ്ങളും ഇതിൻ്റെ ഒക്കെ എതിരായിട്ട് സംസാരിക്കാനാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. എനിക്കിത് പറയണം. വിത്ത് മൈ ഹാർട്ട് ഫുൾ ഓഫ് റൈം, റെപ്പിംഗ് ഹിപ്പ് ഹോപ്പ് അറ്റ് ദ സെയിം ടൈം ഹീസ് സേയിങ് മെനി തിങ്സ് അബൌട്ട് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദിസ് വേൾഡ്. നമുക്ക് മുന്നേ കൂടുതൽ പറയാം. വിത്ത് മൈ ഹാർട്ട് ഫുൾ ഓഫ് റൈംസ് ആൻഡ് പ്രൈസ് ടു ദ മോസ്റ്റ് ഹൈ. Alhamdulillah to the day that we die. അതായത് he's grateful for what he is right now. അതുകൊണ്ട് തന്നെ he is not thinking that ഞാൻ വലിയ സംഭവമാണ്, ഞാൻ മറ്റേതാണ്, കൊമ്പത്തെ വല്യപ്പയാണെന്ന് അവൻ വിചാരിക്കുന്നില്ല. He is thinking that Alhamdulillah I'm in this position. I'm happy. Thanks to God I'm
this position right now, but I'm not keeping my eyes shut. എനിക്ക് പറയാനുള്ളത് എനിക്ക് പറയണം. So I'm about to say those things. Hello Allah, I'm saying the truth. Yeah? Yalla fi barra el dunya nar bas qalbi jamra. So he said, നമുക്കൊന്ന് പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നോക്ക്. This world is full of fire. ഇവിടെ മൊത്തത്തില് പ്രോപ്പർ അല്ല, സമാധാനം ഇല്ല. ഇവിടെ കത്തിക്കൊണ്ടിരിക്കുകയാണ്, നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ലോകം. ബട്ട് മൈ ഹാർട്ട്സ് എ ഫ്ലെയിം. ഈ ലോകത്തിലെ തീയും എൻ്റെ ഹൃദയത്തിലുള്ള ഫ്ലെയിം എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ കനൽ എന്ന് പറയാം. ലൈക്ക് മലയാളത്തിലേക്ക് അതിനെ ആ ഒരു രീതിയിൽ പൊളിറ്റിക്കലി എടുക്കുമ്പോൾ കനൽ എന്ന് പറയാം. ഇവിടുത്തെ പ്രശ്നങ്ങൾ കണ്ടിട്ട് എൻ്റെ ഉള്ളിലെ കനൽ കെടൂല. അത് എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും. ആൻഡ് ദെൻ മാഷിയ ലാബ വനാ സാഹിബൽ കാത്ത ഹീസ് ഫ്ലെക്സിങ് എ ബിറ്റ് ദർ. എനിക്ക് അറിയാം ഞാൻ എവിടേക്കാണ് പോകുന്നത്. ഐ ഹാവ് എ വിഷൻ അബൌട്ട് മൈ സെൽഫ്. കലാമി മൗസൂൻ വൽ ദർബ മുറ. സോ ഈ സെയിങ് ദാറ്റ് മൈ വേർഡ്സ് ആർ സോ ബാലൻസ്ഡ്. അതിന്റെ ഇമ്പാക്ട് അത് കൊള്ളേണ്ടവർക്ക് ആ രീതിയിൽ കൊള്ളും. Then he is flipping again. Okay, Let me flip it to a rhythm that you understand. let me flip it to a rhythm that you understand. നിങ്ങൾക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തരാം. കോണിക്കേണ്ട മുന്നേ നീ എന്തെന്നാ പറയുന്നേ? What about to change? നീ എന്തെന്നാ കരുതുന്നേ? This world is about to change. അതായത് ഇതൊക്കെ മാറാൻ പോവുകയാണ്. Don't cry. കരയല്ലേ, ഇതൊക്കെ മാറാൻ പോവുകയാണ്. And then all these revelations, everything's irrelevant as I represented nothing but the elements, the gods and the sun. all this revelation, everything seem relevant. All this revelation, whatever I said, everything seems relevant as I represent nothing but the element. Relevant element. And revelation represent the only beauty lines that you can only see in Fura's words. ഞാൻ ഇങ്ങനത്തെ സാധനങ്ങൾ കണ്ടിട്ടുള്ളൂ. Yeah, then next thing. The elements, the gods and the signs on the lands of the elephants. He's taking us back to the root. The gods and the signs and the land of the elephant. I'm representing there. I'm repping my roots. ഞാൻ എൻ്റെ വേരുകളെ മറന്നിട്ടില്ല. I'm repping my roots. എനിക്ക് ഫുറയുടെ ഒന്നും കൂടെ ഒന്ന് ബാക്ക് അടിക്കണം. സോറി ഗൈസ്. Wal darba murra. Let me flip it to a rhythm that you understand. കോണിക്കേണ്ട മുന്നേ നീ എന്തെന്നാ പറയുന്നേ? What about to change? നീ എന്തെന്നാ കരുതുന്നേ? All these revelations, everything's irrelevant as I represented nothing but the elements, the gods and the signs on the lands of the elephants. War is irrelevant. Hold them hands, I be praying for the reverence. God give them intelligence. So war is irrelevant. Like he's giving this 4 lines are the main core of നമ്മുടെ അമേദി പീസ്. നമ്മുടെ ഖുറാന്റെ നടുക്കേണ്ട യാസീൻ എന്നൊക്കെ പറയൂലേ, അതുപോലത്തെ സാധനം. എന്താണ് പറയാൻ ഉദ്ദേശിച്ചതെന്നുള്ളത് ഈ ഒരു കുറച്ച് war is irrelevant. Hold them hands as we pray for the reverence. God give them the intelligence. എന്ത് ബ്യൂട്ടിയിലാണ് അതിന്റെ ഓൾ സമ്മറി ഇട്ട് നമുക്ക് വായ തന്നത്. ഇറ്റ്സ് ലൈക്ക് സ്പൂൺ ഫീഡിങ്. കണ്ണുറക്കും. war is irrelevant. ഇങ്ങനെ നിങ്ങൾ തമ്മില് പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. ഇറ്റ്സ് ഓൾ ഇറലവന്റ്. ഹോൾഡ് എ മാൻസ്. കൂടെ നിൽക്ക്. നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ കൂടെ നിൽക്ക്. ശത്രു ആണെന്നുണ്ടെങ്കിലും പറഞ്ഞ് സംസാരിച്ചാൽ തീർക്ക്. ഈഗോ വീട്ട്. അടുത്തത് ഞാൻ സ്റ്റക്കായി പോയ ആ വരി. എതിർന്ന കണ്ണും തുറച്ചു നോക്കുമ്പോ പ്രഥം ശവം ലീസിന് കൊടുക്കുമ്പോൾ പരിക്കേണ്ട കൈകൾ തൊകൊന്നെടുത്തുകൊണ്ട് മാറുന്നു യെസൊന്ന് പാടി വാതിലിരുന്ന് കൊണ്ട് ലൈക്ക് ഇവിടെ പലതും മാറാനുണ്ട്. ലോട്ട് മസ്റ്റ് ചേഞ്ച്. ഇവിടെ പലതും മാറണം. കണ്ണ് തുറന്ന് നോക്കിയാൽ തന്നെ നമുക്ക് കാണാം പലരും ശവത്തിന് വരെ ലീസിന് കൊടുക്കുന്ന അവസ്ഥയിലാണ്. അതിന്ന് വരെ പണം കണ്ടെത്തുന്ന രീതിയിലുള്ള ചിന്താഗതിയുള്ള ആളുകളാണ്. സോ ഹീസ് ലൈക്ക് ടേക്കിംഗ് us to the cruel world in like the real cruel വേൾഡിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. ആ വേർഡിന്റെ ഒരു പവർ ഉണ്ടല്ലോ. പലതും ശവം ലീസിന് കൊടുക്കും. മീൻസ് ശവം ഒരാളെ നശിപ്പിച്ച് കൊന്നു എന്നിട്ട് അതിനെ ലീസിന് കൊടുത്ത് വിൽക്കുന്ന ആ ഒരു മെന്റാലിറ്റി, ദാറ്റ് ക്രൂവാലിറ്റി, ദാറ്റ് ഹാർഡ്, ദാറ്റ് ഡാർക്ക്നെസ്, ആ സാധനം നമ്മൾ മൈൻഡിൽ മനസ്സിലാക്കണം. ആൻഡ് ദെൻ പൂക്കൾ പറിക്കേണ്ട കൈകൾ തോക്കെന്നെടുത്തുകൊണ്ട് മാറുന്നു SH ഒന്ന് പടിവാതിലിരുന്നു കൊണ്ട്. സോ ഇറ്റ്സ് ലൈക്ക് നമ്മുടെ ഗേറ്റ് EP പറയുന്നുണ്ട്, യു ആർ ദ വൺ ടു ബ്രിങ് പീസ്.
പൂവ് എന്ന് പറഞ്ഞാൽ സമാധാനം, സന്തോഷം, സംതിങ് ഹാപ്പി അല്ലേ? ആ രീതിയിലേക്ക് നിങ്ങൾ ചെയ്യേണ്ടത് തോക്കെടുക്കാൻ പോവാണ്. സോ ഫ്ലവർ ആൻഡ് ദ ഗൺ ഒന്ന് ആലോചിച്ച് നോക്ക്, ലൈക്ക് ദ ഡിഫറൻസ്. ഫ്ലവർ നമുക്ക് ഒരാളോട് സ്നേഹം പറയാനുള്ള ഒരു സാധനമാണ് ഫ്ലവർ എന്ന് പറയുന്നത്. അങ്ങനത്തെ രീതിയിൽ അതിനെ നമുക്ക് സിംബലൈസ് ചെയ്യാം. ബട്ട് അറ്റ് ദ സെയിം ടൈം ഒരാളെ കൊല്ലാൻ, ഒരാളെ നശിപ്പിക്കാൻ പറ്റുന്നതാണ് ഗണ്ണ്. സോ തോക്കൊന്ന് എടുത്തുകൊണ്ട് മാറുന്നു. ഈ പൂവെടുക്കാനുള്ള കൈകൾ തോക്കെടുത്തോണ്ടിരിക്കുകയാണ്. എസ് എ ചൊന്ന് പടിവാതിലിരുന്നു കൊണ്ട് പടിവാതിൽ എന്നത് ഗേറ്റ് ഇ പി, അതിന്റെ ഒരു റെഫറൻസ് ആണ് അവിടെ വരുന്നത്. യാ ദെൻ അടുത്തത് വായിക്കണം ബൈബിൾ, കൂടുതൽ പറഞ്ഞ കണ്ണൊന്ന് കരയും, എന്നാലും ഇടപെട്ട് കാര്യങ്ങൾ പേസും. എന്തെന്നാൽ ദിനം കുറയോ മനകാരിയൊന്നുണ്ടായിരം പേരും. മായ്ക്കണം പൈപ്പും. പൈപ്പ് എന്ന് പറഞ്ഞാല് വിശപ്പ്. മായ്ക്കണം പൈപ്പും. ഇവിടുത്തെ പോവർട്ടി ഇല്ലാണ്ടാക്കണം. ഐ ആം സോ പ്രൗഡ് ടു ബി എ മലയാളി. എന്തെന്ന് വെച്ചാല് ലൈക്ക് ലോകത്തിലെ ആദ്യത്തെ മെയിൻ കടും പിടിച്ച പോവർട്ടിയെ നമ്മൾ നല്ല ശതമാനത്തിൽ ഇല്ലാണ്ടാക്കിയിട്ടുണ്ട്. ആൻഡ് കേരള ഇസ് എ ഫസ്റ്റ് സ്റ്റേറ്റ് ഹു ഡിഡ് ദാറ്റ്. വേറെ എവിടെയും ഇങ്ങനെ ഇല്ല. സോ ഇറ്റ്സ് നോട്ട് റിലേറ്റഡ് ടു ദിസ്. മായ്ക്കണം പൈപ്പും. വിശപ്പ് മാറ്റണം. കൂടുതൽ പറഞ്ഞാൽ കണ്ണൊന്ന് കരയും. എനിക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ പറ്റുന്നില്ല. ബിക്കോസ് ഇറ്റ്സ് സോ ഹാർഡ്, ഇറ്റ്സ് സോ സാഡ് വാട്ട് ഈസ് ഹാപ്പനിങ് അറൌണ്ട്. ആൻഡ് ദെൻ എന്നാലും ഇടവിട്ട് കാര്യങ്ങൾ പേസും. എന്നാലും എനിക്ക് ഇത് പറയാണ്ടിരിക്കാനും എന്നെ കൊണ്ട് പറ്റുന്നില്ല. എന്തെന്നാൽ ദിനം കുറെ ഓമന കരയുന്നുണ്ട് 1000 പേരും. അതായത് ഓരോ ദിവസവും നമ്മളിത് പറയാൻ മടിച്ച് പറയാണ്ട് മുന്നോട്ട് പോകുന്നിടത്തോളം, നമ്മളെ ആക്ഷൻസ് എടുക്കാത്തടത്തോളം അവിടെ നഷ്ടപ്പെടുന്നുണ്ട് 1000 പേരുകളുടെ ജീവനാണ്. കൂടുതൽ ആളുകൾ മരിച്ചു വീണുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനത്തെ ലെറ്റ്സ് ഗോ ബാക്ക് ടു ദ ഫസ്റ്റ് ലൈൻ. ചെറിയ പ്രശ്നങ്ങൾ കാരണം വലിയ യുദ്ധങ്ങൾ ഉണ്ടായിട്ട് അവിടെ നഷ്ടം എന്ന് വരുന്നത് വേണ്ടപ്പെട്ടവർക്ക് വലിയ നഷ്ടങ്ങളാണ് ഉണ്ടാവുന്നത്. ദിസ് ഈസ് അമേദി ബ്രേക്ക് ഡൗൺ അക്കോർഡിംഗ് ടു മീ. ഇഫ് യു ലൈക്ക് ദ ബ്രേക്ക് ഡൗൺ വീഡിയോ, എല്ലാവരും അറിയാം. കോമെന്റിൽ ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ട്, എന്തെങ്കിലും എക്സ്ട്രാ ഉണ്ടെന്നുണ്ടെങ്കിൽ ലെറ്റ് മീ നോ ഇൻ ദ കോമെന്റ്സ് ബിലോ. സോ തമ്മിൽ തല്ലാണ്ടിരിക്കുക. ആരോടെങ്കിലും എന്തെങ്കിലുമൊക്കെ വിരോധങ്ങളും വെറുപ്പും ഉണ്ടെന്നുണ്ടെങ്കിൽ തുറന്ന് സംസാരിച്ചിട്ട് അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. വേർഡ് കംപ്ലീറ്റ് ആയില്ല, അങ്ങനെ കൊണ്ടുപോവുക. ഇത്രേ ഉള്ളൂ പറയാൻ. സോ ദിസ് ഇസ് മൈ ബ്രേക്ക് ഡൗൺ ഫോർ അമേദി, MHR ആൻഡ് ഫുറ ഫ്രം ദി ആൽബം വലിയ പറമ്പ്. കൂടുതൽ ബ്രേക്ക് ഡൗൺ വീഡിയോസ് ആൻഡ് മലയാളം ഹിപ്പ്-ഹോപ്പ് റിലേറ്റഡ് വീഡിയോസിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ആൻഡ് ജോയിൻ ഫോർ ദ കൾച്ചർ. ദിസ് ഇസ് ബൈ സൈനിങ് ഔട്ട്.